ബോധമില്ലാതെ എൻ്റെ കുഞ്ഞ് രാത്രി 8 മണിയായപ്പം ചെറുതായിട്ടൊന്ന് ബോധം വന്നു, വീണ്ടും ബോധം പോയി. ആ സമയത്തെല്ലാം ഞാൻ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, തൈലവും തേച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. ഡോക്ടർമാർ സീരിയസ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്ന യാതൊരു കാര്യങ്ങൾക്കും ഞാൻ ഒരു പ്രാധാന്യവും കൊടുത്തില്ല. മാതാവ് തന്ന കുഞ്ഞാണ്, അപ്പം മാതാവ് അതിനെ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്ക് പേടിയേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ രാത്രി മുഴുവനും എൻ്റെ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞിന് ഒരുപാട് ടെസ്റ്റുകൾ, നട്ടെല്ലുകുത്തി പരിശോധന, അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ നടന്നപ്പം ഞാൻ രാത്രിയിൽ കുഞ്ഞിൻ്റെ ലാബിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പം ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ലാബിൽ 1 മണി 1:30 ആയപ്പോൾ ഞാൻ ലാബിലേക്ക് ഈ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പോയപ്പം ആ ലാബിൻ്റെ തട്ടിലിരുന്ന് ലാബിൻ്റെ മുമ്പിലിരുന്ന് എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. അപ്പോൾ എനിക്ക് ഒരു ധൈര്യമായി, അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് കിട്ടി. ആ പത്രം ഞാൻ എടുത്തുകൊണ്ട് വന്ന് അത് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെയും രാത്രി മുഴുവൻ കരഞ്ഞു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ 8:30 ആയപ്പം എൻ്റെ കുഞ്ഞിന് ബോധം വന്നു. എൻ്റെ കുഞ്ഞ് ഞാൻ വിളിക്കുമ്പം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. ഒരു ബോധവും ഇല്ലാതെ കിടന്നിരുന്ന കുഞ്ഞ്, അവൾക്ക് ലിറിക്സ് ഒന്നും അറിയത്തില്ലെങ്കിലും ആവേ 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 മരിയ എന്നുള്ള പാട്ട് അവൾ ആവേ ആവേ എന്ന് പാടും. അപ്പോൾ ആ പാട്ട് പാടുകയും അമ്മേ ഈശോയുടെ അമ്മ എന്നുള്ള പാട്ട് അമ്മേ ഈശോ അമ്മ എന്ന് പാടാറുണ്ട്. ആ പാട്ടുമൊക്കെ പാടി മാതാവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ്. ഏത് നേരവും ആവേ ആവേ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞാണ്. മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ രൂപം എപ്പം മാതാവിന് വേണ്ടി, ഞങ്ങൾ ഹിന്ദുക്കളാണ്, അപ്പം ഞങ്ങൾ മാതാവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മുറി മാതാവിനെ പൂജാമുറിയായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വേറെ ഒരു കാര്യങ്ങളും വെച്ചിട്ടില്ല. മാതാവിൻ്റെ രൂപവും മാതാവിൻ്റെ ഫോട്ടോയും വെച്ച് ഈ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടി എടുത്തപ്പം കിട്ടിയ ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു പേപ്പർ, ഒരു കൂപ്പൺ പോലും ഞങ്ങൾ കളയാതെ അതെല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരിടം ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്.